ഹായ് ഹലോ. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സന്തോഷം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നല്ലേ. അത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന ചില സർപ്രൈസുകളുണ്ട്. അപ്പോൾ എല്ലാ മാസവും 2 മാസം കൂടുമ്പോഴും ഞാൻ എനിക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട്. അതെങ്ങനെയെന്നല്ലേ, ഞാൻ ഇതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് അതിനകത്തുനിന്ന് എനിക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. സോ അത് വരുന്നത് വരെ കാലയളവിലുള്ള കാത്തിരിപ്പ്, അത് വന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളത് റിസീവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ ഞാൻ എനിക്കായിട്ട് കൊടുക്കുന്ന ഒരു സർപ്രൈസാണത്. എല്ലാ 2 മാസം കൂടുമ്പോഴും. അധികം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷേ എന്നാലും ചില പോയിന്റുകൾ നമ്മൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ പറയുന്നുള്ളൊരു കാര്യമാണ്, നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇതുപോലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ഷോപ്പിംഗ് എന്നാണ്. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കാറില്ല. എൻ്റെ സമയം എങ്ങനെ പോകുന്നതെന്നും എനിക്കത് ആലോചിക്കേണ്ടി വരാറില്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വാർത്ഥതയല്ല അവിടെ. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയല്ല. പകരം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ആ കാര്യങ്ങളിലൂടെ നമ്മുടെ ബോറിങ്ങും എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ സമയം വെറുതെ പോകുന്നു എന്നുള്ള തോന്നൽ മാറാനും ഒക്കെ നമ്മൾക്ക് സഹായകരമാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള എക്സൈറ്റ്മെൻറ്റുകളും സർപ്രൈസുകളും നമുക്ക് സ്വയമേ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ലവാണ്, അദ്ദേഹമാണ് എനിക്ക് എല്ലാ കാര്യത്തിലും മോട്ടിവേഷൻ ഇത്തരം കാര്യങ്ങൾ തരാറുള്ളത്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നമ്മൾ കെയർ ചെയ്യണം, നമ്മൾ സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബോറടിയും ഈ വെറുതെ ഇരുന്ന സമയത്തിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടലൊക്കെ മാറി കുറച്ചൊരു കളർഫുള്ളാകും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ പോസിറ്റീവ് കോട്ട്സ് പോലെ ഞാനിതൊന്ന് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ടാറ്റാ ബൈ.